ആശാവർക്കർമാർ സമരം പിൻവലിച്ച് സർക്കാരുമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. നിങ്ങളുടെ സമരം മുന്നോട്ട് പോയിട്ട് യാതൊരു പ്രയോജനവുമില്ല. നിങ്ങൾ സർക്കാരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാകണം. നിങ്ങളെ തെരുവിലിറക്കാനും ഇരുത്താനുമുള്ള ശ്രമം മറ്റുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങളതിൽ വീഴരുത്. നിങ്ങൾക്ക് വല്ലതും കിട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സമരം വിജയിക്കണമെങ്കിൽ അത് സർക്കാർ തന്നെ വിചാരിക്കണം. പ്രതിപക്ഷം വിചാരിച്ചാൽ നടക്കത്തില്ല. പ്രലോഭനങ്ങളൊക്കെ പ്രതിപക്ഷം കൊണ്ടുവരും. ഞങ്ങളകത്തും പുറത്തും നിങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവരുടെ ശ്രമം. അത് നിങ്ങൾ മനസ്സിലാക്കുക. സമരം വിജയിച്ചാൽ അത് അവരുടെ വിജയമാണെന്ന് പറയും, നിങ്ങളുടെയല്ല, അത് പ്രതിപക്ഷത്തിൻ്റെ വിജയമാണെന്ന് അവർ പറയും. അപ്പം കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ അജണ്ട. അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. നിങ്ങളെ തെരുവിലിരുത്താൻ തന്നെയാണ് അവരുടെ ഉദ്ദേശം. നിങ്ങൾ സമരത്തെ വിജയിപ്പിക്കാനൊന്നുമല്ല അവരുദ്ദേശിക്കുന്നത്. ഇതെല്ലാം സർക്കാരിനെ പഴി പറയാനും ഒക്കെയാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവരിൽ വിശ്വസിക്കാതെ നിങ്ങൾ സമരം പിൻവലിച്ച് സർക്കാരുമായി ചർച്ച നടത്തി അതിനൊരു പരിഹാരം നിങ്ങൾ കാണണം. അതാണ് അത്യാവശ്യം. 4 വാർഡിൽ നിന്നും നിങ്ങൾക്ക് പിന്തുണയുണ്ട്, ഞങ്ങളുണ്ട് പുറകിൽ, നിങ്ങൾ മുമ്പോട്ട് പോയിക്കോ, നിങ്ങളിരുന്നു എന്നൊക്കെ പറയാൻ പലരും കാണും. അവർക്ക് പല ഉദ്ദേശങ്ങളാണ്. ഈ സർക്കാരിനെതിരെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയാണ്, മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയാണ് അവരിറങ്ങിത്തിരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ സമരമല്ല അവരുടെ ലക്ഷ്യം. അല്ല, നിങ്ങളുടെ സമരത്തിൻ്റെ വിജയമൊന്നുമല്ല അവരുടെ ലക്ഷ്യം. സർക്കാരിനെ തേജോവധം ചെയ്യുക എന്നാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് നിങ്ങൾ സർക്കാരുമായി ചർച്ച ചെയ്ത് അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ നിന്ന് നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ വരുന്നവരെ ഒന്നും വിശ്വസിപ്പിക്കാൻ കഴിയത്തില്ല. ഈ വരുന്നവർക്ക് ആർക്കും നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുവാനും കഴിയത്തില്ല. അത് സർക്കാരിന് മാത്രമേ കഴിയത്തുള്ളൂ. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് മിണ്ടുന്നില്ല, അവരൊരക്ഷരം പോലും മിണ്ടുന്നില്ല. നിങ്ങൾ അവർക്കെതിരെയും നിങ്ങൾ സമരം ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വല്ലതും തരുന്ന സർക്കാരിനെതിരെയാണ് നിങ്ങൾ സമരം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, UDF സർക്കാരിൻ്റെ കാലത്ത് നിങ്ങൾക്ക് വെറും 600 രൂപയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങൾ എത്ര രൂപ മേടിക്കുന്നുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച്. അത് ആരുടെ ഔദാര്യമാണ്? അത് സർക്കാരിൻ്റെ ഔദാര്യമല്ലേ? നിങ്ങളിപ്പോൾ മേടിക്കുന്ന രൂപ ശമ്പളം 15 ദിവസമാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും മേടിക്കുന്ന ശമ്പളം എത്രയാണെന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക. അതാണ് ഏറ്റവും നല്ലത്. 26 ദിവസം ജോലി ചെയ്യുന്ന ഇവിടുത്തെ അംഗൻവാടിക്കാരുണ്ട്, വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ്. അവർക്ക് പോലും ഇത് കിട്ടുന്നില്ല. നിങ്ങളത് ചിന്തിക്കുക. നിങ്ങൾ 10 വീടുകൾ കയറി ഇറങ്ങി എന്തെങ്കിലും പറയുക, ഇതല്ലാതെ വേറൊന്നുമില്ല. നിങ്ങളുടെ ജോലി ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് നിങ്ങൾ അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങൾ തെരുവിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടോ സമരം വിളിച്ചിട്ടോ സർക്കാരിനെതിരെ നീങ്ങിട്ടോ ഒന്നും കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് സർക്കാർ തരണം, തന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അല്ല പ്രതിപക്ഷം വിചാരിച്ചാലോ, നിങ്ങളെ ഈ തെരുവിലിറക്കാൻ ശ്രമിക്കുന്നവർ വിചാരിച്ചാലോ ഒന്നും നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ സർക്കാരുമായി ചർച്ച ചെയ്ത് ഒരു പരിഹാരം കണ്ടെത്തുക, അത് സമരം പിൻവലിക്കുക, പറയാൻ അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ കഞ്ഞി പാറ്റ വീഴും. കേന്ദ്ര സർക്കാർ ഇത് വേണ്ടാന്ന് വെച്ചാൽ തീർന്നു. സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് കേന്ദ്രത്തോട് നിങ്ങൾക്ക് സമരം ചെയ്യാനൊക്കത്തില്ല. കാര്യം കേന്ദ്രം പറയുക ഇങ്ങനെ ഈ സംഗതി വേണ്ട എന്ന് പറഞ്ഞാൽ ഇല്ല, എന്ത് ചെയ്യാനോ? അപ്പോൾ ഉള്ളതുകൂടെ പോയില്ലേ. ഇത് നിങ്ങൾ മനസ്സിലാക്കി സമരം അവസാനിപ്പിക്കുക, ചർച്ച ചെയ്യുക.
കിട്ടുന്ന കാര്യങ്ങൾ, കിട്ടുന്ന ആനുകൂല്യങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.